ഹായ് എവ്രി വൺ, വെൽക്കം. അപ്പൊ നമ്മളുടെ 13ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അനീറ്റ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ. അതെ, ഇതെന്റെ പ്രിയപ്പെട്ട മമ്മി ഷീജ ആൻഡ് ഐ എം അനീറ്റ. ഞങ്ങൾ രണ്ടുപേരും ലൈഫ് കോച്ചസ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് ആണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ആളുകളെ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മദർ ഡോട്ടർ ഡ്യുവോ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ 30 കൺട്രിയിൽ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് വേണം. പല ആൾക്കാരുടെയും പ്രശ്നമാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നിങ്ങൾ എന്തായാലും എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്. അതെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഇതിനു മുമ്പ് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാം. പിന്നെ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പൊ ഇന്നെന്താ നമ്മൾ ചെയ്യുന്നത്? ഇന്നത്തെ നമ്മുടെ ഡേ എന്ന് പറഞ്ഞാല് മണി ചലഞ്ചിന്റെ 13ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അനീറ്റ എന്നെ നന്നായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ അറിയാമോ, ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. ഇന്ന് അനീറ്റയാണ് എന്റെ മെന്റർ. അതിൽ എന്നെ പ്രാക്ടീസ് ചെയ്യിച്ച് എന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയതിൽ അനീറ്റ താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് അനീറ്റ പല സമയത്തും എഫേർട്ട് ഇട്ട് എന്നെ തിരുത്തിയിട്ടുള്ളൊരു ചലഞ്ചാണ്. അപ്പൊ അനീറ്റ നിങ്ങൾക്ക് അത് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും ലൈഫിൽ അറിഞ്ഞുകൊണ്ടല്ല, പലപ്പോഴും അറിയാതെ നമ്മൾ റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് റിസീവിങ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാൾ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ, ഒരു സഹായം തരുമ്പോൾ, ചിലപ്പോൾ പണം തരുന്നതാവാം, ഒരു ഗിഫ്റ്റ് തരുന്നതാവാം, നമുക്ക് പെട്ടെന്ന് അത് സ്വീകരിക്കാൻ ഒരു 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 എംബാരസ്മെന്റ്, ഒരു മടി. അല്ലെങ്കിൽ ഞാൻ അതിലൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ശരിക്കും BNI-ലൊക്കെ പോകുമ്പോഴേ നന്നായിട്ട് സാരി എടുത്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ നല്ല സാരി കളക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ ഈ സാരി എടുത്ത് പോകുമ്പോൾ എല്ലാവരും എന്നോട് പറയും, എവിടെ പോയാലും എല്ലാവരും പറയും നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടിരിക്കണുണ്ടെന്നൊക്കെ പറയും. പക്ഷെ അനീറ്റ എന്റെ കൂടെ ഒരു ദിവസം വന്നപ്പോ അനീറ്റ എന്റെ ഫേസിൽ മനസ്സിലാക്കി എന്തായിരുന്നു, ഞാൻ ഏത് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ ഈ കോംപ്ലിമെന്റ് കിട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ മമ്മിയായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ മമ്മിയുടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഏറ്റവും രസം മമ്മി നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യും, ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഏറ്റവും രസം വെച്ചാൽ മമ്മിയുടെ സാരി കളക്ഷൻ. മമ്മി എവിടെ പോയാലും റിപ്പീറ്റ് ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും കാണില്ല. അപ്പൊ ഞാൻ മമ്മിയുടെ BNI-യുടെ ഇതിലൊക്കെ എനിക്കൊന്നൊരു 10-12 വയസ്സൊക്കെ തൊട്ട് ഇങ്ങനെ പോണേയാണ്. അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോൾ ഇവർ വന്നിട്ട് മമ്മിയോട് പറയൂ, ഷീജ ഇന്ന് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്, ഷീജ സാരി കാണാൻ കൊള്ളാം, ജ്വല്ലറി. അപ്പൊ മമ്മിക്ക് എനിക്കറിയില്ല, അന്ന് ഞാൻ ചോദിക്കും, മമ്മിക്ക് ഇത് കേൾക്കുമ്പോൾ അവർ വരെ സൂചിപ്പിക്കാൻ പറ്റുള്ള തോന്നലാണെന്ന് മമ്മിയുടെ ഒരു ഫീലിംഗ് അതായിരിക്കും. പക്ഷെ മമ്മിയുടെ മുഖം അത് ഒരു ഓക്കെ എന്നുള്ളൊരു സ്റ്റൈലിലാണ് മമ്മി അത് എടുത്തത്. ഞാനത് കഴിയുമ്പോൾ മമ്മിയോട് ചോദിച്ചു, അതെ മമ്മി എന്തിനാ അവര് പറഞ്ഞപ്പോ ഇത് ചിരിച്ച് താങ്ക് യു പറഞ്ഞൂടെ? ഞാൻ അവരെ സ്ഥാനത്താണെങ്കിൽ മമ്മിയുടെ മുഖം ഇങ്ങനെ കണ്ടാ പിന്നെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ വരില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനത് 2 തവണ പറഞ്ഞ് കുറച്ചുകൂടി പറഞ്ഞപ്പോഴാണ് മമ്മി ശരിക്കും റിയലൈസ് ചെയ്തത് ദാറ്റ് മമ്മി കോംപ്ലിമെന്റ്സ് റിജക്ട് ചെയ്യാണ്, ദാറ്റ് ഷീ ഈസ് നോട്ട് റിസീവിങ്. അപ്പോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് യു ലേൺ ടു റിസീവ്. റിസീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, നിങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളാവാം, ഗിഫ്റ്റ് ആവാം, ഒരു സഹായം ആവാം. അപ്പൊ നമുക്ക് ഒരാൾ ചിലപ്പോ വന്നൊരു സഹായം ചെയ്തു തരുമ്പോ അയ്യോ നിങ്ങളത് ചെയ്തു തരണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു ഫീലിംഗ്, ചിലപ്പോൾ നമുക്ക് ഗിൽട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറെ ഫീലിങ്സ്, നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ ഫീൽ ചെയ്യും. അത് ആ സഹായം ഞാൻ എടുത്തില്ലേ എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിനോട് പറയാണ് ദാറ്റ് എനിക്കിതൊന്നും വേണ്ട. അപ്പൊ എന്ത് പറ്റും, ഇങ്ങനെയുള്ള പിന്നെ ആളുകൾ സഹായിക്കാൻ നമ്മുടെ അടുത്തേക്ക് വരില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ദി എനർജി ദാറ്റ് യു ആർ ഗിവിംഗ് ഔട്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 108 തവണ ഒരു അടിപൊളി സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ഐ ആം ഓപ്പൺ ടു റിസീവിംഗ് അബണ്ടൻസ് ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. ഇത് എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, അതിനൊരു ഫീലിംഗ് കൊടുക്കണം. അത് 100% ഹൃദയം കൊണ്ട് എഴുതണം. കാരണം എന്താണെന്നറിയാവോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബോബ് പ്രോക്ടറിന്റെ ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു അഫർമേഷൻ ഉണ്ട്, ലാർജ് സം ഓഫ് മണി മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് എവറി ഡേ എഫേർട്ട്ലെസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് ഇങ്ങനെ എവറി ഡേ എഴുതണത്. അപ്പൊ ഈ ഒരു കാര്യം എഴുതുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് എവിടുന്ന് വരും ഈ ലാർജ് സം, അതിനുള്ളൊരു വഴിയൊന്നും ഞാൻ കാട്ടില്ല. പക്ഷേ ഈ ഒരു അഫർമേഷൻ വർഷങ്ങൾ നമ്മളിത് പഠിക്കുമ്പോ, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്, നമ്മൾ ഹൗ ഇത് എവിടെ നിന്ന് വരുന്നു എന്നത് നമ്മൾ ചിന്തിക്കാറില്ല. യു ജസ്റ്റ് ലീവ് ഇറ്റ് ഓപ്പൺ. കാര്യം
ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും അവസരങ്ങളാണുള്ളത്. നമ്മൾ തലകൊണ്ട് ചിന്തിക്കാനല്ല, ലോജിക്കലി ചിന്തിക്കാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കാൻ പറ്റും. ഒരാൾ കൊണ്ടുവന്ന് തരാം, നിങ്ങൾക്ക് നല്ല കസ്റ്റമർ വരാം, പുതിയൊരു ജോലി ലോട്ടറി അടിക്കാം, എന്തൊക്കെ വഴികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആലോചിക്കാൻ പറ്റാത്ത അത്രയും സോഴ്സസ് ഓഫ് ഇൻകം ശരിക്കും ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ when you say I'm open to receiving abundance, ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് വരാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത് സ്റ്റേ ഓപ്പൺ. നമ്മൾ ഓപ്പൺ ആയപ്പോൾ ഇത്രയും നാൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാം നല്ല കാര്യങ്ങൾ കൊടുക്കാം. ഈ പറയുന്ന ആളെ പറ്റി പറയുമ്പോഴേ, ഈ പുള്ളിക്കാരി എൻ്റെ കൂടെ ഞാൻ ബിസിനസ് ഒക്കെ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോണ സമയത്ത് എൻ്റെ മകളുടെ വലിയൊരു ആഗ്രഹം എന്താ പറയുക, ഒരു MNC കമ്പനിയിൽ ഒരു ജോലി മേടിക്കണം, ഒരു 50,000 രൂപയുടെ ശമ്പളം കിട്ടിയ ഫുൾ സെറ്റായി, 9 to 5 ജോബ്. ഇല്ലേ, മമ്മി ചെയ്യണ പോലെ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, എനിക്ക് ഇതൊക്കെ മതി, ഞാൻ അതുകൊണ്ടൊക്കെ മമ്മിയൊക്കെ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ വെച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അതിൽ ഇത് ഇന്ന് അനീറ്റ ഇങ്ങനെ നിന്ന ഒരു കോച്ചൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സമ്പാദിക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എന്ത് പറയുന്നു, അബണ്ടൻസ് നല്ലതാണോ? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നി കുറച്ചുകൂടി റിസ്കിനൊക്കെ പേടിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ട് ചിന്തിച്ചോണ്ട ആളായിരുന്നു. ഞാൻ അന്ന് ചിന്തിക്കുമ്പോൾ ഒരു MNC കമ്പനി അത്യാവശ്യം നമ്മൾ പറഞ്ഞ നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് ജോലി കിട്ടുന്നു, സ്ഥിര വരുമാനം കിട്ടുന്നു, അതൊക്കെ മതി ഒന്ന് ജീവിക്കാൻ. അപ്പൊ അത്യാവശ്യം അതുപോലെയൊക്കെയുള്ള ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം എന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു ഞാൻ പറയുന്നത് ഒരു 18 വയസ്സ് ആ ടൈമിലൊക്കെ ഞാൻ മനസ്സോട് ചിന്തിച്ചത്. പക്ഷെ ഈ കോവിഡ് വന്ന് വീട്ടിലിരുന്ന് മമ്മിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ പറയില്ല, എന്റെ ഒരു നമ്മളിപ്പോ പറയുന്നത് സ്കൈ ഇസ് ദ ലിമിറ്റ്. എന്റെ സീലിംഗ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചെറിയ സീലിംഗ് ഇട്ടിട്ടിരിക്കണം. ഞാൻ മമ്മിയുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഇതൊന്നും പോരാ, എനിക്ക് അത് വേണം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആക്ച്വലി വന്നത് മമ്മിയുടെ അടുത്ത് വന്നപ്പോൾ. അപ്പൊ ഐ ആം ആക്ച്വലി വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഈ ക്ലാസ്സസിൽ വരുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുത്തപ്പോഴും ഞാൻ ഏറ്റവും ആദ്യം എടുത്ത വീഡിയോ എന്റെ മെന്റർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും എന്റെ മമ്മിയാണ്. അത് പെട്ടെന്ന് നടന്നൊരു കാര്യമൊന്നുമില്ല. കുറെ വർഷങ്ങൾ കൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയം പോയപ്പോഴും ആരും എന്നെ ലൈഫിൽ ഇങ്ങനെ എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ അത് വേറെ ആൾക്കാരില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് മമ്മിയാണ്. അപ്പൊ അതുകൊണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ അബണ്ടൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിച്ചു ഞാനൊരു ആവറേജ് ആണ്, ഞാൻ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരാളും ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു ടോപ്പറായി എനിക്ക് 10th നല്ല മാർക്ക് പഠിക്കാൻ പറ്റി, 12th ടോപ്പറായി. പിന്നെ രാജഗിരിയിൽ പഠിച്ച ഞാൻ ACCA അഫിലിയേറ്റ് ആയി, BCom കഴിഞ്ഞു, MBA കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ മാസ്റ്റേഴ്സ് സൈക്കോളജി ചെയ്യുന്നു. അപ്പൊ പല കാര്യങ്ങളും 40+ സർട്ടിഫിക്കേഷൻ, ഞാൻ NLP, ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും. അതെ, ഞാൻ MBTI, സ്ട്രോങ് ഇൻട്രസ്റ്റ്, ഇപ്പൊ കരിയർ കൗൺസിലിംഗ് ചോദിച്ചാൽ അതിനെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ അതിന് ലക്ഷക്കണക്ക് ആക്ച്വലി സ്പെൻഡിങ് എന്റെ ഒരു പ്രായത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ആദ്യം ആ തുടക്കം മമ്മി എനിക്ക് തന്നതോടെ ഇപ്പൊ എനിക്ക് സ്വയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ ഈ MBTIയുടെ ഒക്കെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 3 lakh 4 lakh ആണ് നമ്മളൊരു 5 ദിവസത്തെ ക്ലാസ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഗ്രൂപ്പിലാകെ 10 പേരുണ്ടാവും. 10 പേരുണ്ടാവുമ്പോൾ അതൊക്കെ വലിയ റീജിയണൽ ഡയറക്ടർ, വലിയ MNC കമ്പനിയിലെ റീജിയണൽ ഡയറക്ടർ ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ എന്റെ അമ്മയുടെ അപ്പനൊക്കെ പ്രായമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഏജ് പറയാൻ ആദ്യം ഭയങ്കര മടിയായിരിക്കും. അപ്പൊ 21 വയസ്സ് അന്ന് ഞാൻ എടുക്കുമ്പോൾ 21 ഉള്ളൂ. അപ്പൊ അത്ര എക്സ്പോഷർ എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ കൂടെ ഈ ഒരു ജേർണിയിൽ വന്ന ശേഷം. അപ്പൊ ഞാൻ മാത്രമല്ല, നിങ്ങള് എന്നെ കാണുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന പല ആൾക്കാരും ഡോക്ടറേറ്റ് എടുക്കാതെ, തട്ടിയിട്ട് ആൾക്കാർ ഡോക്ടറേറ്റ് എടുക്കാതെ തുടങ്ങി. നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പിലൊക്കെ വന്ന എല്ലാ ആൾക്കാരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം, ഇൻകം മാറിയിട്ടുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്, റിലേഷൻഷിപ്പ്. ഞാൻ എന്നെ പറയാനുള്ള റീസൺ, എനിക്ക് എന്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ നല്ല അബണ്ടൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അത് കാണാനുള്ള കണ്ണ് കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വയം എന്റെ ലൈഫിൽ എനിക്കിത് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ചിന്താഗതി വന്നത് മമ്മിയുടെ അടുത്ത്. ഞാനും പേ ചെയ്ത് ഞങ്ങളുടെ ഒരു റൈസ് ആൻഡ് ഷൈൻ തന്നെ ക്ലാസ്സിൽ അന്ന് പേ ചെയ്താണ് ഞാൻ തുടങ്ങിയത്. 5,000 രൂപ പേ ചെയ്ത് അങ്ങനെ പേ ചെയ്ത് ഇപ്പൊ ഡയമണ്ട് മെമ്പർ ആണ്, അതിലും പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ചാല് ലൈഫിൽ ഒന്നും ഫ്രീ ആയിട്ടല്ല കിട്ടണേ. ഒരു റൈറ്റ് ആയിട്ടുള്ള മെന്റർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണേ. ഒരാള് നിങ്ങളുടെ കൈ പിടിക്കാനുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ എത്ര സ്ട്രക്ക് ആണെങ്കിൽ പോലും ഒരു സ്ട്രക്കും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു മില്യനേഴ്സ് ആയിട്ടുള്ള ഒത്തിരി അധികം ആൾക്കാരെ, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ഒരു പെണ്ണ് ഒരു വീട്ടിൽ അത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, അവർ അത്രയും നല്ല രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം ഇന്ന് എൻ്റെ മകള് പറഞ്ഞല്ലോ,
അവളുടെ എഡ്യൂക്കേഷന്, അവളുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും എനിക്ക് മണി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് പൈസ ഉണ്ടാവുമ്പോൾ എന്താ ഗുണം എന്നറിയാമോ? ആ കുടുംബത്തെ അത്ര ഉയർത്താൻ പറ്റണു, സമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിലേക്ക് അവരെ സെർവ് ചെയ്യാൻ പറ്റണു, ചാരിറ്റി ചെയ്യാൻ പറ്റണു, അവരുടെ എൻറ്റിയർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ അത്രയും നല്ലൊരു ഗിവറായിട്ട് മാറാനാ പറ്റണേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, പക്ഷെ കുറച്ച് വർഷം നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ക്ലാസ്സുകളിൽ വന്നേക്കണ പല ആൾക്കാരും ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കാണ്, ഇപ്പൊ തനിച്ചാണ്, ജീവിതത്തിൽ പെട്ടുപോയി, എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യും, എനിക്ക് ആരുമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. ഞങ്ങൾ നിങ്ങളെ കൈപിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രാക്ടീസ് ചെയ്യുക, ഒന്നുകൂടി മറക്കാതിരിക്കുക, 108 ടൈംസ് ചെയ്യുക. കാര്യം അബണ്ടൻസിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെയും കയ്യിൽ വാങ്ങാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ വാങ്ങാനായിട്ട് റെഡി ആവുക. കാര്യം റിസീവ് മോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്കും കൊടുത്ത് ആ ഒരു എനർജിയെ അട്രാക്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല. കാര്യം എന്താ, കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ കൊടുക്കുന്നത് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാങ്ങാൻ പറയുന്നത്. അപ്പൊ വാങ്ങാനായിട്ടുള്ള ആ ഒരു പ്രാക്ടീസുകളിലേക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, 100% ഈ ഒരു അഫർമേഷൻ 108 ടൈംസ് പറയുക, അത് എഴുതുക. ഫീൽ ചെയ്ത് Feel എഴുതുക. ചെയ്ത. അപ്പൊ നിങ്ങൾ ഓരോ ഇത് എഴുതുമ്പോ ഒന്ന് Feel ചെയ്യുക. ആരാന്നൊക്കെ തന്നെ. ഞാൻ ചിലപ്പോ നാളെ സാരിയാവാം. ജോലിക്ക് പോകുമ്പോ എന്നെ എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്യുന്നു, എനിക്ക് ഗിഫ്റ്റുകൾ കിട്ടുന്നു, ഇങ്ങനെ എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ നമ്മൾ പറയില്ലേ സ്കൈ ഇസ് ദ ലിമിറ്റ്, ചിന്തിക്കാൻ പറ്റുന്ന അതെ, അത്രയും രീതിയിൽ ഗ്രേസി മാം ഉണ്ട് ചിന്തിക്കുക. നമ്മുടെ പ്ലാറ്റ്ഫോമില്. അതെ. ഗ്രേസി മാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബർത്ത്ഡേസ് ഒരിക്കലും അത്രയും ആഘോഷിച്ചിട്ടില്ല. പക്ഷെ മാം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ മാം പറയാ, ആ ഒരു ബർത്ത്ഡേക്ക് അത്രയും ഗിഫ്റ്റ്, മക്കള് ഇങ്ങനെ എല്ലാവരും എല്ലാവരും രാവിലെ തൊട്ട് തന്നെ കേക്ക് മുറിക്കലോട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ലൈഫ് തന്നെ അങ്ങനെ മാറി. അപ്പൊ ഇപ്പൊ അവരത് റിസീവ് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട്. അങ്ങനെ എത്ര സക്സസ് സ്റ്റോറി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അകത്ത് കയറി അറിയാൻ പറ്റും. ഞാൻ നല്ല വേറെ സക്സസ് സ്റ്റോറി മമ്മി തന്നെയാണ്. ഞങ്ങളിപ്പോ പോയ UK ട്രിപ്പ് ഒരു റിസീവർ ആയിരുന്നു. That is ഞാൻ ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തതല്ലാതെ ബാക്കിയൊക്കെ എന്റെ ചേട്ടന്റെ വകയായിരുന്നു. ആ ഒരു ഫുൾ ട്രിപ്പ്. അത് കാറോളിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒത്തിരി സമ്മാനം കുറെ ഗിഫ്റ്റുകൾ കിട്ടി. കാര്യം എല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റുന്ന അതെ, അവസ്ഥ. ഞങ്ങൾ അവസാനം എല്ലാ സ്പേസുകളും ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ. അതായത് അവസ്ഥ. അപ്പൊ നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പൊ നിങ്ങൾക്കും ലൈഫിൽ അബണ്ടൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചാലഞ്ച് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട്, 9961005116. ഈ നമ്പറിലേക്ക് വന്നിട്ട് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ഈ ചലഞ്ച് വഴി വരുന്ന എല്ലാവരും ഫോളോവർ ആണെങ്കിൽ 50% ഓഫിന് നമ്മുടെ 1 മന്ത് പ്രോഗ്രാമിൽ വരാം. എന്തുകൊണ്ട് ഈ ക്ലാസ് ഡിഫറെന്റ് ആവാനുള്ള റീസൺ, ലൈവായിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നെടുക്കുന്ന ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഡെയിലി മൺഡേ ടു തേഴ്സ്ഡേ നമ്മൾ ക്ലാസ്സസും ഉണ്ട്. ഒരു 25 മണിക്കൂറിന്റെ ഒരു പ്രോഗ്രാമാണ്. പിന്നെ എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഒരു ഫാമിലിനെ പോലെ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമും ക്ലാസ്സസും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഏത് ആൾക്കാരാണെങ്കിലും എങ്ങനെ മമ്മീനെ ലൈഫ് ടൈം കിട്ടാതെ ചോദിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ സ്ലോ ആൻഡ് ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഏത് തരത്തിൽ ഏത് പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാവട്ടെ, കാര്യം നമുക്ക് 8 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്, 30+ ആൾക്കാരുണ്ട്. യുവർ ബാക്ക്ഗ്രൗണ്ട് ഡസന്റ് മാറ്റർ. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് എന്റെ ലൈഫിൽ മാറണം, അത് ഈവൻ നിങ്ങളുടെ പിള്ളേര് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആദ്യം സ്വയം നിങ്ങൾ മാറിയാലാണ് പിള്ളേര് നടന്നുള്ളൂ. കാര്യം എന്റെ മമ്മിയും ആദ്യമൊക്കെ ഞങ്ങളെയൊക്കെ നന്നാക്കാൻ കുറെ നടന്നിട്ടുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ നോക്കി മമ്മിയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ മമ്മിയുടെ മാറ്റം കണ്ടപ്പോൾ മമ്മിയുടെ പുറകെ ഞാനും ചേട്ടനും നടക്കാൻ തുടങ്ങിയ. അപ്പോൾ ഏതൊരാൾക്കും ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ചെയ്യാൻ മറക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? താഴെ വന്ന് ഇപ്പൊ തന്നെ കമന്റിൽ എഴുതാം. ദാറ്റ് ഐ ആം ഓപ്പൺ ടു റിസീവിംഗ് അബണ്ടൻസ് ഈസിലി ആൻഡ് എഫോർട്ട്ലെസ്ലി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക, മാം പറയുന്ന കാര്യങ്ങളെല്ലാത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഒരു പ്രത്യേക ഊർജ്ജം എനിക്ക് മാമിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അതെന്താ പറയുക, ഇതുപോലൊരു റൈറ്റ് മെൻറ്റർ എൻ്റെ ജീവിതത്തിലൊക്കെ ഒരു 20 ഇയേഴ്സിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറൊരു ലെവലിലായിപ്പോയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ചിന്തിക്കാനും കിട്ടിയ സാഹചര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഒരാൾ പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് അത് ഇല്ലാതായിപ്പോയതാണ് എൻ്റെയൊക്കെ ലൈഫ്. സോ താങ്ക് യു സോ മച്ച്.